ചരിത്ര നായകന്മാർ അരങ്ങുവാണിയിരുന്ന കാലത്ത് മലയാളികളുടെ മനസ്സു കീഴടക്കിയ ജനപ്രിയ കള്ളനായിരുന്നു കായംകുളം കൊച്ചുണ്ണി. 1966-ൽ P.A. തോമസ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ കായംകുളം കൊച്ചുണ്ണി എന്ന ചിത്രത്തിൽ സത്യനായിരുന്നു നായകൻ. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയുടെ കായംകുളം കൊച്ചുണ്ണി എന്ന നന്മ നിറഞ്ഞ കള്ളന്റെ കഥ വീണ്ടും സിനിമയാകുന്നു. നിവിൻ പോളിയാണ് ഇത്തവണ കള്ളന്റെ വേഷത്തിലെത്തുന്നത്. ബോബി സജയും ടീമും തിരക്കഥ എഴുതി റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്യുന്ന ചിത്രം നിവിന്റെ കരിയറിലെ ഏറ്റവും വലിയ ബിഗ് ബജറ്റ് ചിത്രമായിരിക്കും. 12 കോടി മുതൽ മുടക്കിയ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. കൊച്ചുണ്ണിയുടെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളും പ്രണയവുമെല്ലാം ഈ സിനിമയിലുണ്ട്. പുതുതലമുറയിൽ ഏത് റോളിനെയും ശരീരഭാഷ വഴങ്ങുന്ന നായകനായതുകൊണ്ട് നിവിൻ പോളിയെ കൊച്ചുണ്ണിയായി തീരുമാനിച്ചതെന്ന് സംവിധായകൻ റോഷൻ ആൻഡ്രൂസ് പറയുന്നു. ബോബി സജയും ടീമും തിരക്കഥയിൽ താൻ സംവിധാനം ചെയ്യുന്ന അടുത്ത ചിത്രത്തിൽ നിവിൻ തന്നെയായിരിക്കും നായകനെന്ന് റോഷൻ ആൻഡ്രൂസ് പറഞ്ഞു. 2 സിനിമയുടെ കഥയും ഒരുമിച്ചാണ് പറഞ്ഞത്. അത് കേട്ട് ത്രില്ലടിച്ച നിവിൻ 2 ചിത്രത്തിലും അഭിനയിക്കുവാൻ എന്ന് പറയുകയായിരുന്നു. കൊച്ചുണ്ണിയുടെ കഥയിൽ പലയിടത്തും അതെങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരം തേടലാണ് ഈ സിനിമ. വളരെ ത്രില്ലിംഗ് ആയി പറയുന്ന ചിത്രത്തിന്റെ ടാഗ് ലൈൻ മോസ്റ്റ് ഡേഞ്ചറസ് മാൻ എന്നാണ്. കൊച്ചുണ്ണിയുടെ പ്രണയവും വിവാഹവും എല്ലാം സിനിമയിലുണ്ടാവും. പുതിയ സിനിമയിൽ കായംകുളം ആകുന്നത് ശ്രീലങ്കൻ ഗ്രാമമാണ്. ശ്രീഗോകുലം മൂവീസ് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അടുത്ത വർഷം ശ്രീലങ്കയിൽ ആരംഭിക്കും. കുറച്ചു ഭാഗം കായംകുളത്ത് ഷൂട്ട് ചെയ്യും. 10 മുതൽ 12 കോടി രൂപ വരെയാണ് ചിത്രത്തിന്റെ മുതൽ മുടക്ക്.